ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇനോവ വണ്ടി കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും. ഒന്നുകൂടി വിസിറ്റായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ജെനുവിൻ കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം വരുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ. എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ ഫ്രണ്ടേജ് കണ്ടോ, ഡ്രൈവർ സീറ്റ് ഭാഗം എല്ലാ ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്. അടിപൊളി ഒരു ഇനോവയാണ് കേട്ടോ. അപ്പോൾ ഈ വാഹനം വിൽക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം. വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടൊയോട്ടയുടെ ഇനോവ G4 2013 മോഡൽ വാഹനവുമായിട്ടാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത്. ഡീസലിൽ 1,52,300 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുഡ് കണ്ടീഷനാണ് വാഹനം. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത വാഹനം തന്നെയാണിത്. ഈ വാഹനത്തിന്റെ 4 ടയറുകളും അലോയിലാണ്. എവിടെയും ഒരു പാച്ച് വർക്കോ കാര്യങ്ങളോ വരാതിരുന്ന ഒരു വാഹനം തന്നെയാണ്. നല്ല ഗുഡ് കണ്ടീഷനാണ് ഈ വാഹനം. ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. റിവേഴ്സ് സെൻസർ ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്. ഇതിന്റെ ഇന്റീരിയൽ ഭാഗം ഒന്ന് നോക്കാം നമുക്ക്. ഇന്റീരിയൽ കാണാൻ കഴിയുന്നത് നല്ലൊരു വാം വൈറ്റ് കളറിലുള്ള ഇന്റീരിയർ ആണ്. ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ്, അതുപോലെ തന്നെ നല്ല പ്രീമിയം സീറ്റ് കവർ. ഫ്ലോറിലാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. സീറ്റിന്റെ സൈഡ് ഭാഗങ്ങളിലൊന്നും കറയോ ചളിയോ ഒന്നും തന്നെ ഇല്ല. പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. ഡോറിന്റെ സൈഡിലൊക്കെ ചളിയോ കറയോ ഒന്നും തന്നെ ഇല്ല. ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരു വിധ കറയും ചളിയും കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഈ വാഹനം കൊണ്ടുപോയിട്ടുള്ളത്. ഇതിന്റെ റൂഫൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട്. ക്ലിയർ ആണ് ഇന്റീരിയർ എന്ന് പറയാം. നമുക്കിതിന്റെ ഇഞ്ചിൻ റൂം നോക്കാം. ഒരു ഡീസൽ വാഹനത്തിന്റെ ഇഞ്ചിൻ റൂം പോലെ തോന്നിക്കാത്ത വിധം അത്രയും വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്രൈസറൊക്കെ നല്ല പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ കമ്പനി തരുന്ന അതേപോലെ തന്നെയുണ്ട്. പിന്നെ പുതിയ ബാറ്ററിയാണ്. ഒരു വാഹനത്തിന്റെ ഇഞ്ചിൻ റൂം നോക്കുമ്പോൾ തന്നെ ആ വാഹനത്തിന്റെ നമുക്ക് 75% നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ആ വാഹനം എടുത്ത് ഓടിച്ചു നോക്കുക, അതിന്റെ ബാക്കിയുള്ള മെക്കാനിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുക. ഈ വാഹനത്തിന്റെ ബാക്ക് ഡിക്കിയിലാണെങ്കിലും ചെറിയ സ്പേസ് കാര്യങ്ങളേ ഉള്ളൂ. 7 സീറ്റർ വരുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ സ്പേസ് കുറവായിരിക്കും. ഇതിന്റെ ബ്രേക്ക് ലൈറ്റുകളൊക്കെ അത്യാവശ്യം ഗ്ലേസും കൂടിയിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ടയർ ഭാഗങ്ങളാണെങ്കിൽ തന്നെ ഒരു 75-80% വരുന്നുണ്ട്. മുൻഭാഗത്തെ ഹെഡ്ലൈറ്റുകളും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നു. ബോഡിയിലും എവിടെയും ഒരു സ്കാച്ചോ ഒരു പാച്ച് വർക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പുറമോടിയും ഉള്ളത്. ടയറുകളൊക്കെ ഒരു ആവറേജ് 75-80% വരുന്ന 4 ടയറുകളാണ് ഇതിനുള്ളത്. ഈ വാഹനത്തിന് പുതിയ ഇൻഷുറൻസ് ഒക്കെ നിലവിലുണ്ട്. ഒരു ടാക്സി ആയിട്ടൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ നല്ല ദൂരയാത്രയ്ക്കൊക്കെ നല്ല വൈബ് തരുന്ന ഒരു വാഹനം തന്നെയാണ് ഇനോവ. അപ്പോ ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 8,65,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കാൻ പോകുമ്പോഴോ അവിടെ ഈ ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുകയാണെങ്കിലോ നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ അരിങ്കളത്താണ്. പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നല്ല അടിപൊളി ഒരു ഇനോവ കാർ തന്നെയാണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ, ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ, എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.
താങ്ക് യു.